ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മൾ ചേച്ചി ഹോസ്റ്റലിൽ കൊണ്ടുവിടാൻ പോകുന്നു. അപ്പോൾ നമ്മൾ പാക്കൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു, ഡ്രസ്സൊക്കെ ഒതുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ ചെയ്ത് വേണം പോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ എന്താ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് മുടി കെട്ടാൻ മടിച്ചിട്ട് ക്യാപ്പൊക്കെ വെച്ച് നമ്മൾ വണ്ടിയിൽ ഓട്ടോയിൽ എത്തിയില്ല. ഓക്കെ ഗൈസ്, നമ്മൾ ഓട്ടോയിൽ ഇരിപ്പുണ്ട്. ഞാൻ ഇങ്ങൊരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. സ്ഥലം റെയിൽവേ സ്റ്റേഷനിൽ ഓക്കെ ഗൈസ്, നമ്മൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. ഇനി നമ്മൾ കമ്പാർട്ട്മെന്റ് തേടി നടക്കണം. അവിടെ ആയിട്ട് നടക്കുവാണ്. എനിക്ക് എന്തെന്നറിയാം, ഞങ്ങൾ ഇവിടെ പോയിട്ട് കുറേ നേരം തപ്പി, എവിടെയാണെന്നറിയില്ല. ഈ സൈഡിൽ പോയിട്ട് ആ സൈഡിൽ പോയി. അങ്ങനെ ഞങ്ങൾ കുറേ നേരം തപ്പി, കുറെ സ്ഥലമൊന്നും കിട്ടാതെ അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അങ്ങ് അലിഞ്ഞു പിരിഞ്ഞ് നടന്നതിന് ശേഷം ഞങ്ങൾക്ക് സ്ഥലം കിട്ടി. ഞങ്ങൾ ട്രെയിന് വരാൻ വേണ്ടിയിട്ട് അവിടെ ഉള്ള സ്ഥലങ്ങളില്ലേ, അവിടെ ഞങ്ങൾ ഇരിക്കുമായിരുന്നു. അപ്പോൾ ഇനി ട്രെയിൻ വന്നിട്ട് കാണാം. ഓക്കെ ഗൈസ്, ഞങ്ങൾ ട്രെയിനിൽ വന്നിരിപ്പുണ്ട്. ഞാൻ ഫോൺ വെച്ച് നോക്കി കുറേ നേരം നോക്കിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഫോൺ താഴ്ത്തി വെച്ചത് ആരും അറിയാതെ വീട്ടിൽ ഇരിക്കുന്നത് പോലെ ഞാൻ ആക്ഷൻ കാണിച്ചു. അപ്പോൾ ഇനി ട്രെയിൻ എടുക്കണം. ട്രെയിനിൽ ജനറൽ സീറ്റ് അല്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് നേരം ട്രെയിൻ എടുത്ത് ഇനി നല്ലൊരു ഉറക്കണം കേസ്. അതാണ് മെയിൻ. ഇനി ഉറങ്ങിയിട്ടേ ബാക്കിയുള്ള കാര്യങ്ങൾ വെച്ചാൽ നല്ല ക്ഷീണമുണ്ട്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങി ഇവിടെ രാവിലെ എത്തി. അങ്ങനെ ഓട്ടോ പിടിച്ചാണ് ഞങ്ങൾ സ്ഥലം തപ്പി പിടിച്ച് ഇങ്ങോട്ട് എത്തി. ഞങ്ങൾ വന്ന സമയം ഇവിടെ കടയൊന്നും തുറന്നിട്ടില്ലായിരുന്നു. കട ഒട്ടും തുറക്കില്ലായിരുന്നു. ഞങ്ങൾ എന്നിട്ട് അവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു. ഓട്ടോയിലാണ് വന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞങ്ങൾ അവിടെ ക്രോസ് ചെയ്യാൻ വേണ്ടി കുറച്ച് പാട് വിട്ടു. കാരണം ഞങ്ങൾ അവിടെ നിന്നപ്പോഴത്തേക്കും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു, ബട്ട് അത് കടയും തുറന്നിട്ടില്ലായിരുന്നു. കാരണം ഈ വിംസ് ഏവിയേഷൻ പോലും തുറന്നിട്ടില്ലായിരുന്നു ഇൻസ്റ്റിറ്റ്യൂട്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ കുറേ നേരം നിന്ന് ഹോസ്റ്റലിൽ പോകണമെന്നായിരുന്നു പ്ലാൻ. അങ്ങനെ ഞാൻ കുറേ നേരം അവിടെ തപ്പിപ്പിടിച്ച് നടക്കുന്നുണ്ടായിരുന്നു. ഇവിടെ ഏതൊഴിങ്ങനെ വഴിയുണ്ടോ എന്നൊക്കെ വിളിച്ചു. അങ്ങനെ ഞങ്ങൾ ഇരുന്നപ്പോഴത്തേക്കും അവിടെ നിന്ന് കോൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ വീട്ടിൽ വന്നിട്ട് ഞങ്ങൾ കുറച്ച് നേരം ടി വി നോക്കി. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഹോസ്റ്റലിൽ കാണാം എന്ന് പറഞ്ഞിട്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ഹോസ്റ്റലൊക്കെ കണ്ട് ഇറങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരെ പോകാൻ പോകുന്നത് ചീറ്റിനെ കൊണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ കുറച്ച് ബാഗൊക്കെ വാങ്ങിച്ച് കാര്യങ്ങൾ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ വാങ്ങിച്ചിട്ട് നേരെ ഞങ്ങൾ ചേച്ചിയെ കൊണ്ടുവിടാൻ വേണ്ടി പോയി. സങ്കടമൊക്കെ ഉണ്ടായിരുന്നു ചേച്ചി, കാരണം ഇത്ര ദിവസം ഉണ്ടായിരുന്നില്ലേ, കുഞ്ഞിലെ ചേച്ചിയെ വിളിച്ചിട്ടുണ്ടായിരുന്നു. നല്ല സങ്കടം ഉണ്ടായിരുന്നു. ഞങ്ങളിക്കും കുറച്ചൊരു കഞ്ഞൊക്കെ ചേച്ചി കൊണ്ട് അവിടെ വഴി പോകുന്ന ഒരു വഴി വിട്ടിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി ഹോട്ടലിലാണ് ഇറങ്ങിയത്. അങ്ങനെ റെയിൽവേ സ്റ്റേഷൻ വന്നപ്പോൾ ഒരു 10 പിങ്കോവും ചെയ്ത് പഞ്ചക്ക് എത്ര വിശപ്പില്ലായിരുന്നു. വിശപ്പുണ്ടെങ്കിൽ ചോറ് തിന്നാൽ മാത്രമേ ഇതുണ്ടാകുന്നത്, അല്ലാതെ വരുന്നതല്ല. അങ്ങനെ പീസ് കഴിച്ച് അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കാത്തിരിപ്പിന് ശേഷം ട്രെയിൻ വന്നു. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി ഇരുന്ന്. അപ്പം ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഗൈസ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ഗൈസ്. ട്രെയിൻ എടുക്കാൻ പോവാണ്. ഞങ്ങളിതാ വീട്ടിലെത്തി ലാസ്റ്റ് ഔട്ടർ എടുക്കാൻ മറന്നു പോയി. ബൈ ഗൈസ്. താങ്ക്സ് ഫോർ വാച്ചിങ്.